കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് സന്ധ്യാകാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന ഏവർക്കും വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ നാം പുതിയ ഒരു അധ്യായത്തിലേക്ക്, പുതിയൊരു എപ്പിസ്റ്റലിലേക്ക് കടക്കുവാൻ ഉള്ള പ്രിപ്പറേഷനിലാണ് നാം ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ എബ്രായ ലേഖനമാണ് നാം പഠനത്തിന് വേണ്ടി എടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇത് എത്ര സമയം കൊണ്ട് തീർക്കുവാൻ പറ്റുമെന്ന് അറിയത്തില്ല. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ അധ്യായങ്ങളെല്ലാം പഠിച്ചു തീർക്കാനുള്ള അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നാം കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചു. നാം കർത്താവിനെ പിന്തുടരുകയാണ്, അല്ലേ? കർത്താവിനെ പിന്തുടരുമ്പോൾ നമ്മൾ എന്തിനാണ് കർത്താവിനെ പിന്തുടരുന്നത്? നമ്മൾ ഒരു റീസൺ ഇല്ലാതെ കർത്താവിന് എന്തൊരു ഐഡിയോളജി, ആ ഒരു ഐഡിയോളജിയുടെ പിന്നാലെ നമുക്ക് റീസൺസ് ഒന്നുമില്ല പിന്തുടരാനെങ്കിൽ നമ്മൾ അതിൽ പിന്തുടരുന്നതിൽ വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ജന്തർ മന്ദിറിൽ CJP അല്ലേ, CJPയുടെ വലിയൊരു സ്ട്രൈക്ക് നടന്നു അല്ലേ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പം അവർ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ ടീൻസ് അല്ലെങ്കിൽ ജെൻസീസ് ഫൈറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ നടന്ന നീറ്റ് എക്സാമിൻ്റെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം തെറ്റാണ്, സിസ്റ്റത്തെ ഇടിച്ച് വാർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു ചെറിയൊരു ആഹ്വാനം വലിയൊരു ഇവൻ്റായിട്ട് മാറി. സോ അവർ ഒരാളായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്ത് ഒരു തോട്ട് പ്രോസസ്സ് വന്നു, ഒരു കമ്മ്യൂണിറ്റിയായി മാറി. ആ കമ്മ്യൂണിറ്റി ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി. സോ അതുപോലെ നാം കർത്താവിനെ കർത്താവിനെ അംഗീകരിച്ചു, നാം വചനം സത്യമാണെന്നറിയാം. പക്ഷെങ്കിൽ നാം ഈ വചനത്തിനകത്ത് യഥാർത്ഥമായി ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ, വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് കാര്യമൊന്നും ഇല്ല. കാരണം ഇത് ശേഷം ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, ഇപ്പോൾ CJPയുടെ കാര്യം തന്നെ നോക്കുക. ഇപ്പം 2 അടി കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇവന്മാരെല്ലാം എന്നാൽ പിന്നെ ഞങ്ങൾ പോവുകയെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവർ കൂടിയേൻ്റെ ആ ഒരു അർത്ഥം തന്നെ ഇല്ല. കാരണം അവർക്ക് പിന്നെ അവർ എന്തിനാണ് കൂടിയെന്നുള്ള അജണ്ട തന്നെ അവർ മറന്നുപോയി. സോ അത് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു പെർസിക്യൂഷനിലൂടെ, കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവിടുന്ന് റിട്രീറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥമായി ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സോ അത് വെച്ചാണ് നാം എബ്രായ ലേഖനത്തെ നാം എക്സ്പ്ലനേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നാം യോഹന്നാന്റെ സുവിശേഷമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് നമ്മൾ യേശുവിനെ കണ്ടു. ജോൺ 1:1 സ്റ്റാർട്ട് ചെയ്തു. എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു, സാക്ഷ്യം താഴെങ്കിലേക്ക് വരുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. നമ്മൾ അവിടെ തുടങ്ങിയ ആ തുടക്കം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് സ്വർഗാരോഹണം വരെ, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ വരെ, ആ ഒരു ഈവൻ്റ് വരെ വന്ന് നിൽക്കുകയാണ്. പക്ഷേ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് യേശുവിനെ അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പകരം യേശുവിൻ്റെ സുപ്രീമസിയാണ്. യേശു മറ്റുള്ളവരെക്കാൾ ഏറ്റവും വലിയവനാണെന്ന് കാണിച്ചു തരുന്ന ഒരു ലേഖനമാണ് ഈ എബ്രായ ലേഖനം. ഞാൻ ഇന്ന് വാക്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. യോഹന്നാനിൽ നാം കണ്ടു ഹൂ ഈസ് ജീസസ്. യേശുവിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ്? ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു എന്നൊക്കെ പറഞ്ഞു യേശുവിനെ പറ്റിയുള്ള ഒത്തിരി എക്സ്പ്ലനേഷൻസ് ഒക്കെ എവിടെ കണ്ടു? യോഹന്നാനിൽ കണ്ടു. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് യേശു ഇതിനേക്കാളെല്ലാം ഹയറായിട്ട് നിൽക്കുന്നത്? മോസസിനെക്കാട്ടിലും പ്രോഫറ്റ്സിനെക്കാട്ടിലും ഹൈ പ്രീസ്റ്റിനെക്കാട്ടിലും എല്ലാം ഹയറായിട്ട്, സുപ്രീമായിട്ട് നിൽക്കുന്നത് എന്നാണ് നാം എബ്രായ ലേഖനത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. യോഹന്നാനിൽ കണ്ടു ജീസസ് ഈസ് ദ വേർഡ്, വചനം ജഡമായി തീർന്നു എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ ജീസസ് ഈസ് ദ സൺ എന്നുള്ള കാര്യം, യേശുവിൻ്റെ ദൈവത്വത്തെ പറ്റി ഒന്നുകൂടെ വളരെ സവിസ്തരം എക്സ്പ്ലെയിൻ ചെയ്ത് ഫൗണ്ടേഷനിലായിട്ട് നിർത്തുന്ന ഒരു ലേഖനമാണ് ഈ എബ്രായ ലേഖനം. ഞാൻ ഒത്തിരി കമ്പാരിസൺസ് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം വായിക്കുന്നില്ല. ലേറ്റർ ഞാൻ ഇത് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സോ യേശുവിനെ പറ്റി പറയുന്നത് ഇസ് എ ലാംബ് ഓഫ് ഗോഡ്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കിനും ജീസസ് പ്രൊവൈഡ്സ് പ്യൂരിഫിക്കേഷൻ ഫോർ സിൻസ്. പാപത്തിൻ്റെ പരിഹാരം എങ്ങനെയാണ് വരുത്തിയത്, അല്ലെങ്കിൽ ക്രൂശിൽ മരിച്ചു എന്നതിനെ പറ്റി പറഞ്ഞു. പക്ഷെ അവിടെ എങ്ങനെയാണ് ഈ പാപപരിഹാരം നടന്നതിനെ പറ്റി എക്സ്പ്ലനേഷൻസ് നൽകുന്നില്ല. പക്ഷേങ്കിൽ എബ്രായത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റിയുള്ള എക്സ്പ്ലനേഷൻ നാം കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയൊക്കെയുള്ള എക്സ്പ്ലനേഷൻ അവിടെ കണ്ടു. അതിൻ്റെ ഒരു പൊരുൾ പോലെ, അതിൻ്റെ ഒരു റെവലേഷൻ പോലെയാണ് എബ്രായ ലേഖനം മുഴുവൻ നിൽക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഞാൻ മുമ്പോട്ടേക്ക് പോവുകയാണ്. സോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ലേഖനം എഴുതുവാൻ വേണ്ടി
ഇടയായിത്തീർന്നത്. നാം ഇതിൻ്റെ തലക്കെട്ടിലേക്ക് നോക്കുമ്പോൾ ഇത് ആരെഴുതിയെന്നൊന്നും കാണുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന മലയാളം ബൈബിളിനകത്ത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: പൗലോസ് എബ്രായർക്ക് എഴുതിയതെന്നാണ്. പക്ഷേ പൗലോസ് എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് ബൈബിള് എഴുതിയ ആളുകൾ, മീൻസ് അത് വർക്ക് ചെയ്ത ആളുകൾ ചെയ്ത് വലിയൊരു മിസ്റ്റേക്കാണ്. പൗലോസ് ആണെന്നുള്ള കാര്യം ഈ അധ്യായങ്ങളിൽ നാം കാണുന്നില്ല. നാം പഠിക്കുമ്പോൾ പല വ്യക്തികളെ പറ്റി മുമ്പോട്ടേക്ക് വരുന്നുണ്ട്. പൗലോസ് എന്ന് പറയാനുള്ള റീസൺ പല കാര്യങ്ങൾ പറയുന്നത് പഴയ നിയമത്തെപ്പറ്റി അറിയാം, അവന് ന്യായപ്രമാണത്തെപ്പറ്റി നല്ല ജ്ഞാനമുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നത്. പക്ഷെങ്കിൽ പൗലോസിൻ്റെ ലേഖനങ്ങളിലുള്ള റൈറ്റിംഗ് സ്റ്റൈലല്ല എബ്രായ ലേഖനത്തിനകത്ത് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ ഒക്കത്തില്ല പൗലോസാണ് എഴുതിയതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ചില ആൾക്കാർ പറഞ്ഞു ബർണബാസ് ആണ് എഴുതിയതെന്ന് പറഞ്ഞു. ബർണബാസിനെ പറ്റി പറയുമ്പോൾ അവനൊരു ലേവ്യനായിരുന്നു, ലീവൈറ്റ് ആയിരുന്നു. അപ്പോൾ ലീവൈറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലുള്ള സാക്രിഫൈസസ്, ഹൈ പ്രീസ്റ്റ്, ആ സാക്രിഫിഷ്യൽ ഓർഡേഴ്സിനെ പറ്റിയൊക്കെ നല്ല ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അവൻ എഴുതിയെന്ന് പറഞ്ഞു. പക്ഷേ അതിന് നമുക്ക് എവിഡൻസസ് ഒന്നുമില്ല. ചില ആൾക്കാർ പറയുന്നു അപ്പല്ലോസ് എഴുതിയെന്ന് പറഞ്ഞു. അപ്പല്ലോസിനെ പറ്റി നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. അവനാണെങ്കിൽ തിരുവഴുത്തുകളെ പറ്റി നല്ല ജ്ഞാനമുള്ളവൻ എന്ന് പറഞ്ഞ് അപ്പല്ലോസിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അപ്പല്ലോസ് ആണെന്നും നമുക്ക് പറയാനൊക്കത്തില്ല, അതിനും എവിഡൻസസ് ഒന്നും പറയാനൊക്കുന്നില്ല. ലൂക്ക് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ 4 പേരാണ് പ്രിഡോമിനൻ്റ്ലി പറയുന്ന 4 പേരെ പറ്റിയാണ് പറയുന്നത്. പക്ഷെങ്കിൽ നമുക്കറിയത്തില്ല ആരെഴുതിയെന്ന്. അത് ഒരു ഡിവൈൻ മിസ്റ്ററി ആയിട്ട് അതവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ: എഴുതിയ കമ്മ്യൂണിറ്റി ഹീബ്രൂസ് എന്നൊരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ എബ്രായർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. എബ്രായർ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ നമുക്കറിയാം എബ്രായർ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി, ജൂയിഷ് ആയിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതല്ലായിരുന്നു എങ്കിൽ ഇവിടെയുള്ള ഈ പ്രീസ്ലി ഓർഡറിനെ പറ്റിയോ സാക്രിഫൈസസിനെ പറ്റിയോ ഹൈ പ്രീസ്റ്റിനെ പറ്റിയോ അതല്ലെങ്കിൽ കവനൻസിനെ പറ്റിയോ ഒന്നും പറഞ്ഞ് ഇവരെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. കാരണം ഇവർക്ക് ഓൾറെഡി അറിയാം, ഈ ഒരു ഡോക്ട്രിൻസ് ഒക്കെ അറിയാം. അവരെ അത് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് മേലേക്ക് നോക്കി യേശു വലിയവനാണ്, ഹീസ് ഹയർ ദാൻ എനി ഓഫ് ദോസ് സ്റ്റഫ്സ് എന്ന് പറഞ്ഞ് അവരെ യേശുവിലേക്ക് നോക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഈ അധ്യായങ്ങൾ എഴുതുവാൻ വേണ്ടി ഇടയായിത്തീർന്നിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു ഇത് എബ്രായർക്ക് എഴുതിയത്, ജൂയിഷ് കമ്മ്യൂണിറ്റിക്കാണ് എഴുതിയത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവർക്ക് എന്തുകൊണ്ടാണ് എഴുതിയ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ദേ വർ ഗോയിങ് ത്രൂ പെർസിക്യൂഷൻ. നമുക്കറിയാം യേശുവിനെ എഴുതാൻ കർത്താവ് അംഗീകരിച്ച് യേശുവിൻ്റെ അനുയായിയാണെന്ന് പറഞ്ഞ ആ കമ്മ്യൂണിറ്റി എപ്പോഴും പെർസിക്യൂഷൻസ് ഫേസ് ചെയ്തത്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുന്ന ഉടനെ ഒരു പെർസിക്യൂഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ആളുകൾ ദേശത്തെല്ലായിടത്തും ചെതറിപ്പോയി. അവിടെ ഓരോരുത്തടത്തും ചെല്ലുന്നത് അവരവിടെ വെറുതെ ഇരിക്കുകയല്ല, അവരവിടെ പോയി സുവിശേഷം അറിയിച്ച് മറ്റ് അനേകരെ നേടുകയും സഭ സ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു സമൂഹം സംഹൗ ദേ വെർ ഗോയിങ് ത്രൂ പെർസിക്യൂഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഷോണിനോട് സംസാരിച്ചപ്പം ഷോൺ ഒരു മതത്തെ പറ്റി പറഞ്ഞു. ആ മതത്തിൻ്റെ പേര് ഞാൻ മറന്നു, എൻ്റെ തലേന്ന് പോയി. ആ മതം ഇങ്ങനെയാണ്: ആ മതത്തിനകത്ത് ഹിന്ദുയിസം ഉണ്ട്, ഇസ്ലാമിക് ടീച്ചിങ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനിറ്റിയും ഉണ്ട്. 3 മതം കൂടെ ചേർന്ന ഒരു സങ്കര മതമായിട്ട്. അത് നമ്മുടെ ദബോരയുടെ ഒരു കൂട്ടുകാരി, നമ്മൾ ഓർമ്മയുണ്ടാവുമായിരിക്കും, നമ്മൾ കോട്ടേജ് മീറ്റിങ്ങിനോ അന്ന് വന്നപ്പോൾ ആ കൊച്ച് ആ കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. ഇത് 3 ഉണ്ട്: ഇസ്ലാമും ഉണ്ട്, ഹിന്ദുയിസവും ഉണ്ട്, ക്രിസ്ത്യാനിറ്റിയും ഉണ്ട്. ഇത് മൂന്നിനകത്തുള്ള ദൈവങ്ങളും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു സങ്കര മതമായിട്ട് ഒരു മതമുണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയായി മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു കമ്മ്യൂണിറ്റിയിലായിരുന്നപ്പം മറ്റേ കമ്മ്യൂണിറ്റിക്കാർ വന്ന് ഇവരെ പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ഹിന്ദുയിസം ഫോളോ ചെയ്തപ്പം ഇസ്ലാം വന്ന് പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി, അതല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി വന്ന് പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയവരെ എന്തോ ചെയ്തു, ഇസ്ലാമിസവും ഹിന്ദുയിസവും വന്ന് പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആയപ്പോഴത്തേക്കിന് അവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. എന്നാൽ പിന്നെ എല്ലാവരും അവിടുന്ന് ഇച്ചിരി ഇവിടുന്ന് ഇച്ചിരി എന്ന് പറഞ്ഞ് ഒരു മതം സ്ഥാപിച്ചു. നമുക്ക് സിഖുകാരെ പറ്റി കേട്ടിട്ടുണ്ടല്ലേ? സിഖുകാർ അവർ മുസ്ലിംസും ഹിന്ദുയിസവും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് പറയുന്നത്, കൂടുതലും അങ്ങനെയാണ് പറയുന്നത്. സോ അങ്ങനെ അവരുടെ പെർസിക്യൂഷനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്നുള്ള റീസൺ കൊണ്ട് പുതിയൊരു മതം സ്ഥാപിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി they were threatened to flee from Christian faith and doctrines. അവരുടെ മനസ്സിൽ തോന്നി, അയ്യോ ഞങ്ങൾ ഈ രക്ഷയിലേക്ക് വന്നത് തെറ്റായി പോയോ, ഞങ്ങൾ എടുത്തു വെച്ച സ്റ്റെപ്പ് തെറ്റിപ്പോയോ. അങ്ങനെ ഒരു കൺഫ്യൂഷനിലൂടെ കടന്നു പോകുന്ന ഒരു ജനത്തോടാണ് പറയുന്നത്, നിങ്ങൾ എടുത്തു വെച്ച സ്റ്റെപ്പുകൾ തെറ്റിപ്പോയിട്ടില്ല, പകരം നിങ്ങളുടെ ഫോക്കസ് അങ്ങോട്ടല്ല പോകേണ്ടത്, മേലേക്ക് പോകണം. ഒരു വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ നല്ലതായിരിക്കും. എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 32 മുതൽ 34 വരെയുള്ള വേദഭാഗം ഒന്ന് ഇടണേ. അതിന് 31 മുതൽ ഇടാവോ? ഓക്കെ, നമ്മൾ അതൊന്ന് നോക്കാവേ. ജീവനുള്ള ദൈവത്തിന് കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അതിനുശേഷം അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം
അപ്പോൾ അവർക്ക് യേശുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചു. അവർ ആ ഒരു ജ്ഞാനം പ്രാപിച്ചു. അതിനുശേഷം പരസ്യമായ നിന്ദകളാലും പീഡകളാലും നിങ്ങൾ കഷ്ടത അനുഭവിച്ചു. ഇവർ പോകുന്ന പെർസിക്യൂഷൻ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു പെർസിക്യൂഷൻ അല്ല. അവർ യേശുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച നിമിഷം തുടങ്ങി ഇവർ കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത്. കൂടാതെ ആ വക കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിത്തീർന്നു. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയിലൊക്കെ വരുമ്പോഴത്തേക്കിനും അറിയാം, സഭ മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ പറ്റി കാണുന്നുണ്ട്. അവർ കൈയയച്ച് മറ്റുള്ളവരെ റിസീവ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവരെ നമുക്കറിയാം, ജെറുസലേമിലുള്ള സഭ പെർസിക്യൂഷൻ ജെറുസലേമിലുള്ള സഭ അവരുടെ പട്ടണിയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റ് സഭകളെല്ലാം കൂടി കൊരിന്ത്യൻസൊക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടുന്ന് ധനശേഖരണം കൊണ്ട് ഇവർക്ക് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ഇവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം നിങ്ങൾ ഓർത്തുകൊള്ളുകയും. ഇത് നിങ്ങൾ ആദ്യമായിട്ടല്ല ഇതിനകത്ത് കൂടെ പോകുന്നത്. ഈ സീസൺ നിങ്ങൾ ഓൾറെഡി നടന്നു പോയതാണ്. നിങ്ങൾ അതിൽ കടന്നു പോയവരെ നിങ്ങൾ കൈയയച്ച് സഹായിക്കുകയും ചെയ്തതായിരുന്നു. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു. തടവുകാരോട് സഹതാപം കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ജയിലിൽ പോയി കണ്ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ഇപ്പോൾ ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ പൗലോസ് ജയിലിൽ കിടക്കുവാന്ന് വിചാരിച്ചു. പൗലോസ് ജയിലിൽ കിടക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു ഇച്ചിരി ഭക്ഷണവുമായിട്ട് പോവുകയാണെങ്കിൽ അടുത്ത നിമിഷത്തിൽ എന്നെയും പിടിച്ച് ജയിലിടാം. അപ്പോൾ അങ്ങനെയുള്ള സീസണിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഭയമില്ലാതെ തടവുകാരോടും സഹതാപം കാണിച്ച് അവരെ ചേർത്ത് നിർത്തുവാൻ മനോഭാവം കാണിച്ചു. കൂടാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചു. അതായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വസ്തുവകകളും എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്ഷിതാവും കർത്താവും അയച്ചു. ഓൾറെഡി അവർ കഷ്ടത്തിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കയ്യിലുള്ളതും കൂടെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയതെല്ലാം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. അതിൻ്റെ 35-ാം വാക്യം, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഇൻ ഗോഡാണ്, ദൈവാശ്രയമാണ്, ദൈവത്തിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ ബാക്കി എല്ലാത്തിനെയും വിട്ട് കളയുവാൻ വേണ്ടി നിങ്ങളെ സഹായിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവാശ്രയം എന്നുള്ള ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. അപ്പം വാഗ്ദത്തം എന്ന് പറയുന്നത് എന്താണ്? നിത്യതയെ പറ്റിയാണ് പറയുന്നത്. ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾ ഈ കഷ്ടത്തിലൂടെ ഇപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സഹിഷ്ണുത ആവശ്യമാണ്. നിങ്ങൾക്ക് എൻഡ്യൂറൻസ് വേണം. ആ എൻഡ്യൂറൻസിലൂടെ പോയാൽ മാത്രമേ വാഗ്ദത്തത്തിൻ്റെ കിരീടങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം ഇനിയും അടുത്ത വാക്യം, അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അടുത്ത വാക്യം, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളതിൽ അവന് പ്രസാദമില്ല. ഹബക്കൂക്കിലെ വാക്യമല്ലേ അത് ഇവിടോട്ട് എടുത്ത് കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന ഒരു കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. അതായത് നിങ്ങൾ ഒത്തിരി കഷ്ടതയിലൂടെയൊക്കെ കടന്നുപോയി. എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനെ വിട്ടിട്ട് പിന്മാറി പോകുവാനൊക്കെയുള്ളൊരു ഒരു വേദനയൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമായിരിക്കാം. മറ്റേതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ജൂയിഷ് ട്രഡീഷനിൽ നിൽക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കഷ്ടതയിലൂടെ പോകേണ്ടായിരുന്നു, ഈ പെർസിക്യൂഷൻ സഹിക്കേണ്ടായിരുന്നു, ഞങ്ങളുടെ ധനമാരും അപഹരിച്ചു കൊണ്ടുപോകുകയില്ലായിരുന്നു, കാരണം ഞങ്ങൾ ആ കമ്മ്യൂണിറ്റി ആണല്ലോ എന്നൊരു തോന്നല് നിങ്ങൾക്ക് വിട്ടുപോകുന്നതിനെ ഓർത്ത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാനൊരു മനോഭാവം ഉണ്ടെങ്കിൽ, അയ്യോ നിങ്ങൾക്ക് തെറ്റിപ്പോയി, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ഇതിൽ എൻഡ്യൂർ ചെയ്താലേ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവസാനത്തിൽ പറയുന്നത്, നാം നാശത്തിലേക്ക് റിട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ഹയർ പദവിയിലേക്കല്ല പോകുന്നത്, നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത്. അവിടേക്കല്ല നിങ്ങൾ പോകേണ്ടത്. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? എബ്രായ ലേഖനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എടുത്ത സ്റ്റെപ്പിനകത്ത് നിന്ന് പുറകോട്ട് പോകരുത്. അപ്പോൾ അതിനു വേണ്ടി ഇവരുടെ മുമ്പിൽ ഒത്തിരി അധികം എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ട്. ഒത്തിരി അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങൾ മുമ്പോട്ടേക്ക് നോക്കുക, ക്രിസ്തുവിലേക്ക് നോക്കുക,
അവിടെയാണ് നിങ്ങൾക്ക് യഥാർത്ഥമായ ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി നാം കാണുവാൻ വേണ്ടി ഇടയായിത്തീരുന്നത്. സോ ദ ടെംപ്ടേഷൻ വാസ് ടു ഷ്രിങ്ക് ബാക്ക്. അവർ പിന്മാറ്റത്തിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഒരു പ്രോസിക്യൂഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നിങ്ങൾ ജൂയിഷ് ട്രഡീഷനിലേക്കല്ല നിങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ ജൂയിഷ് ട്രഡീഷനിലേക്ക് നോക്കുമ്പോൾ അവിടെ കണ്ടായിരുന്നു, പ്രോഫറ്റ്സിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ, പ്രോഫറ്റ്സിനെക്കാട്ടിലും വലിയവനായി ആര് നിൽക്കുകയാണ്? യേശു ക്രിസ്തു നിൽക്കുകയാണ്. നിങ്ങൾ വലിയ പ്രവാചകനായി പറയുന്നൊരു വ്യക്തിയാണ് മോശ. പക്ഷെ ഇവിടെ മോശയേക്കാൾ വലിയവനായ യേശു ക്രിസ്തു നിൽക്കുകയാണ്. നിങ്ങൾ ട്രഡീഷൻ പറയുന്നു, നിങ്ങൾക്ക് സാക്രിഫൈസസിനെ പറ്റി പറയാൻ പറ്റുന്നു. പക്ഷെ സാക്രിഫൈസ് കഴിഞ്ഞു. അതിലെ പൂർത്തീകരണം ആരിൽ കണ്ടു? ക്രിസ്തുവിൽ കാണുവാനിട, യേശുവിൽ കാണുവാനിടയായി തീർന്നു. അവിടെ പഴയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. അവർ മീഡിയേറ്റേഴ്സായി, ദൈവത്തോടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി മീഡിയേറ്റേഴ്സായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെങ്കിൽ യഥാർത്ഥത്തിലുള്ള മധ്യസ്ഥൻ ആര് മാത്രമേ ഉള്ളൂ? യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷനിലേക്കല്ല നിങ്ങൾ പിന്മാറി പോകുന്നത്, പകരം നിങ്ങൾ അഡ്വാൻസ്ഡിൽ നിന്ന് ഓൾഡ് എറയിലേക്കാണ് പോകുന്നത്. നിങ്ങൾ സമാധാനം അനുഭവിക്കാൻ വേണ്ടിയായിട്ട് നിങ്ങൾ പിന്മാറി പോവുകയാണെങ്കിൽ ഈ പഴയ ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നത്. ബട്ട് ദാറ്റ് ഈസ് ഔട്ട്ഡേറ്റഡ് ആയി പോയതിലേക്ക് നിങ്ങൾ പിന്മാറി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമായിരിക്കും, പെർസിക്യൂഷൻ ഉണ്ടാകുന്നില്ലെന്നൊരു തോന്നല്, പക്ഷെ നിത്യത നിങ്ങൾക്ക് നഷ്ടമാകും. ഈ ഒരു ഭയം നമുക്കും ഉണ്ടാകണം കേട്ടോ. നമുക്ക് ഈ ഒരു ഭയം എപ്പോഴും നമ്മെ ഭരിച്ച് നടത്തണം. നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവിനെ അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രയാസങ്ങളിലൂടെ നിരാശയിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും, ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, പള്ളിയിലായിരുന്നെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, പള്ളിയിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പള്ളിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അറ്റ്ലീസ്റ്റ് സാമ്പത്തിക സഹായം എങ്കിലും ആരെങ്കിലും ഒക്കെ തന്നേനെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ വിട്ടു പോകുന്നതിനെ ഓർത്ത് നിങ്ങളുടെ നിത്യരക്ഷയെ നിങ്ങൾ തള്ളിക്കളയരുത്. സോ ദ പ്രോബ്ലം ആൻഡ് ദ സൊല്യൂഷൻ നമ്മളൊരു ചാർട്ടായിട്ട് വരികയാണെങ്കിൽ, പെർസിക്യൂഷൻ ഉണ്ടെങ്കിൽ ലുക്ക് ടു ക്രൈസ്റ്റ്, റിപ്രോച്ച് ആണെങ്കിൽ കൺസിഡർ ക്രൈസ്റ്റ്, ലോസ് ഓഫ് പൊസഷൻസ് ആണെങ്കിൽ റിമെമ്പർ ഹീ ഈസ് ദ ബെറ്റർ പൊസഷൻ, ഫിയർ ആണെങ്കിൽ അപ്രോച്ച് ഗോഡ് വിത്ത് കോൺഫിഡൻസ്, ധൈര്യത്തോട് കൃപാസനത്തോട് അടുത്ത് ചെല്ലുക, സ്പിരിച്വൽ വെയറിനെസ്സിനകത്തോട് പോകുന്നതെങ്കിൽ പെർസിവിയർ, അതിനെ എൻഡ്യൂർ ചെയ്യുക, ടെംപ്റ്റേഷനിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഹോൾഡ് ഫാസ്റ്റ് ടു ക്രൈസ്റ്റ്, സഫറിങ്ങിലൂടെയാണ് പോകുന്നതെങ്കിൽ എൻഡ്യൂർ ബൈ ഫെയ്ത്ത്. അതുകൊണ്ടല്ലേ 11-12 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും എന്ന് പറഞ്ഞ് ഒരു അധ്യായത്തിനകത്ത് മൊത്തം വിശ്വാസ വീരന്മാരുടെ പട്ടിക തന്നെ തന്നിരിക്കുകയാണ്. സോ അവരോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾക്കറിയാം നിങ്ങൾ ഒത്തിരി യു ആർ പ്രസ്ഡ് അഗെയിൻസ്റ്റ് സോ മെനി തിങ്സ്, ബട്ട് നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഈ കർത്താവിൻ്റെ സ്നേഹം നിങ്ങൾ വിട്ട് അന്യമായി പോകരുതെന്ന് പറയുന്നു. സോ അതിനുശേഷം വാട്ട് കൈൻഡ് ഓഫ് ബുക്ക് ഈസ് ഹീബ്രൂസ്? നമ്മൾ ഈ ബുക്കിലേക്ക് നോക്കുമ്പോൾ പല രീതികളിലാണ് ഈ റൈറ്റിംഗ് സ്റ്റൈൽ പോകുന്നത്. ഒരു ഇൻട്രൊഡക്ടറി പാർട്ടുണ്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് പഴയ നിയമത്തിലുള്ള കുറേ ഉദ്ധരണികളുണ്ട്, പിന്നെ ട്രഡീഷൻസ് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകുന്നത്. സോ ഹീബ്രൂസ് ചാപ്റ്റർ 13:22 വരുമ്പോൾ ചുരുങ്ങിയ പ്രബോധനമെന്ന് ഇവരെ ഒരു അഡ്മോണിഷ് ചെയ്യുവാൻ വേണ്ടി, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു റൈറ്റിംഗ് ആയിട്ടാണ് ഈ എബ്രായ ലേഖനത്തെ നാം കാണുവാൻ വേണ്ടി ഇടയായി തീർന്നിരിക്കുന്നത്. ഞാൻ വെൻ ആൻഡ് വെയർ എന്നുള്ള കാര്യത്തെപ്പറ്റി ഒന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ നോട്ട്സ് ഞാൻ പിന്നത്തെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ അത് പ്രോമിസ് ചെയ്തതാണ്. സോ ഐ വിൽ ഷെയർ ദീസ് നോട്ട്സ്. സോ അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള അവസരമുണ്ടായിരിക്കും. സോ ഈ ഹീബ്രൂസ് വായിക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് ഒറ്റ തീമാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് എബവ് എവറിത്തിങ്, അല്ലെങ്കിൽ സുപ്രീമസി ഓഫ് ക്രൈസ്റ്റിനെ പറ്റിയാണ് നാം കാണുന്നത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു സുപ്രീമാണ്, മറ്റുള്ളതിനേക്കാൾ വലിയവനാണെന്ന് പറയുന്നത് എന്നുള്ള ചില റീസൺസ് മാത്രം പറഞ്ഞ് ഇരിക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, പ്രോമിസ് ആയിരുന്നു, പ്രോമിസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്. ഒന്നാമത്തെ കാര്യമാണ് പ്രോമിസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്. നമുക്കറിയാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അതിനുശേഷം കർത്താവ് അല്ലെങ്കിൽ യഹോവയായ ദൈവം മോശയോട് സംസാരിക്കുന്നു. അവിടെ ഒരു സാക്രിഫിഷ്യൽ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുകയാണ്. അപ്പോൾ സാക്രിഫിഷ്യൽ സിസ്റ്റത്തിൻ്റെ അർത്ഥം എന്തുവായിരുന്നു? നിങ്ങൾക്ക് പാപം ചെയ്ത മനുഷ്യന് അതിനൊരു പ്രായശ്ചിത്തം നടത്തിയാൽ മാത്രമേ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അത് ഒരിക്കലായിട്ടല്ല നടക്കുന്നത്, അത് എപ്പോഴും
നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം ആ സാക്രിഫൈസസ് എല്ലാം പോയിന്റ് ചെയ്ത് എന്തായിരുന്നു, ഒരു നിത്യമായ ഒരു സാക്രിഫൈസിലേക്കായിരുന്നു പോയിന്റ് ചെയ്തത്. സോ അവിടെ പ്രോമിസ് ചെയ്തു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തല തകർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാക്രിഫൈസിന്റെ ഫുൾഫിൽമെന്റ് ക്രൂശിലാണ് സംഭവിക്കുന്നത്. മറ്റ് എല്ലാം നടക്കുമ്പോഴും അവർക്കൊരു ഹോപ്പുണ്ട്, ഞങ്ങളുടെ വാഗ്ദത്ത മിശിഹ വരുന്നുണ്ട്, അവൻ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഞങ്ങളെ റോമാക്കാരിൽ നിന്നും വിടുവിക്കും എന്നുള്ളൊരു തോന്നൽ ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നു. നമുക്കറിയാം എബ്രായലേഖനം 4:1 വരുമ്പോൾ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക, ഒരു വാഗ്ദത്തം അവർക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ പൂർത്തീകരണമായിരുന്നു ക്രൈസ്റ്റ് ഈസ് ദ മീഡിയേറ്റർ ഓഫ് ദ ന്യൂ കവനന്റ്. എബ്രായലേഖനം 9:15 വരുമ്പോഴാണ് കാണുന്നത് യേശു ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി നിൽക്കുന്നു എന്ന് നാം കാണുന്നത്. രണ്ടാമത് വരുമ്പോൾ ഷാഡോ ആൻഡ് റിയാലിറ്റി. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ടാണ് വരുന്നത്. ഷാഡോ ആൻഡ് റിയാലിറ്റി പഴയ നിയമത്തിനകത്ത് അതൊരു നിഴലായിട്ട് കാണുകയാണ്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് പൊരുളായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം എബ്രായലേഖനം 8:5 വരുന്നത് ദ പ്രീസ്റ്റ് സെർവ്ഡ് ദ കോപ്പി ആൻഡ് ഷാഡോ ഓഫ് ദി ഹെവൻലി തിങ്സ്. അതിൻ്റെ 9:11 വരുമ്പോൾ ക്രൈസ്റ്റ് കെയിം ആസ് ഹൈ പ്രീസ്റ്റ് ഓഫ് ദ ഗുഡ് തിങ്സ് ടു വരുവാനുള്ളവൻ്റെ ഗുഡ് തിങ്സിൻ്റെ മഹാപുരോഹിതനായി അവൻ നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അവൻ കയ്യാൽ ഉണ്ടാക്കാത്ത ടാബർനാക്കിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. സോ റിപ്പീറ്റഡ് സാക്രിഫൈസസ് പാപക്ഷമ ഉണ്ടാക്കുന്നില്ലായിരുന്നു. പാപക്ഷമ താൽക്കാലികമായി ഉണ്ടാക്കുന്നു, അതിനുശേഷം വീണ്ടും പാപം ചെയ്യുമ്പോൾ വീണ്ടും ഈ സാക്രിഫൈസസിലേക്ക് കടന്നു വരികയാണ്. സോ അവിടെ നിന്ന് അവർ പോയിന്റ് ചെയ്ത കാര്യമാണ്, ഞങ്ങളുടെ പാപത്തെ മുഴുവനായി ക്ഷമിക്കുന്ന ഒരു സാക്രിഫൈസ് ഇനിയും നടക്കുവാൻ വേണ്ടി പോകുകയാണ്. ആൻഡ് ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഏർത്ത്ലി ആയിട്ടുള്ള കാര്യമായിരുന്നു. ഏർത്ത്ലി ടാബർനാക്കിൾ, ഏർത്ത്ലി പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ഓൾ ദ വർഷിപ്പ് പോയിന്റഡ് ബിയോണ്ട് ദംസെൽവ്സ്. അവിടെ പോയിന്റ് ചെയ്ത് എങ്ങോട്ടായിരുന്നു? നിത്യമായിട്ടുള്ള നിത്യ പൗരോഹിത്യം, നിത്യരാജ്യത്വം, നിത്യമഹാപുരോഹിതം എന്നുള്ള രീതിയിലേക്ക് പോയിന്റ് ചെയ്യുന്ന കാര്യമാണ്. സോ ഏർത്ത്ലി ആയിരുന്നു മറ്റേത്, അത് നീങ്ങിപ്പോകുന്നതായിരുന്നു. പക്ഷെ വാഗ്ദത്തത്താൽ വരുന്ന ആ ഹെവൻലി ആയിട്ടുള്ള പ്രീസ്റ്റ്ഹുഡും മറ്റു കാര്യങ്ങൾക്കൊന്നും നീക്കമില്ലാത്തതായിട്ട് അവിടെ നിൽക്കുകയാണ്. ആൻഡ് നാം ഈ എബ്രായലേഖനം പഠിക്കുമ്പോൾ നമുക്ക് പഴയ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാരൊക്കെ പറയുന്ന പോലെ പഴയ നിയമം നമുക്ക് ഇതിനകത്ത് നിന്ന് കളയണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ ഈ എബ്രായലേഖനത്തിനകത്ത് പഴയ നിയമം ഉണ്ടെങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ യേശുവിനെ പറ്റി ഹീബ്രൂസ് ഡസൻ ബിഗിൻ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ഹീബ്രൂസ് ഡസൻ ബിഗിൻ ഇൻ ദി ന്യൂ ടെസ്റ്റ്മെന്റ്. ന്യൂ ടെസ്റ്റ്മെന്റിലല്ല എബ്രായലേഖനം ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണേ. എബ്രായലേഖനം ആരംഭിക്കുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിലല്ല. കാരണം പഴയ നിയമത്തിൽ നടന്നതിനെ മൊത്തം കണക്ട് ചെയ്താണ് ഈ എബ്രായലേഖനം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ വായിക്കുന്ന തന്നെ എബ്രായലേഖനത്തിന് ഇപ്പോൾ പഴയ നിയമം വേണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണെന്ന് വിചാരിച്ചു. വായിക്കുമ്പോഴത്തേക്കിന് അവിടെ ഹൈ പ്രീസ്റ്റ്, പ്രീസ്റ്റ്ലി ഓർഡർ, കവനന്റ്, അപ്പോൾ ഇത് ടാബർനാക്കിള്, ഇതൊക്കെ വരുമ്പോഴത്തേക്കിന് ഇത് മത്തായി മർക്കോസിലൊന്നും കാണുന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാകും. അപ്പം ഈ എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗങ്ങളൊന്നും പുതിയ നിയമത്തിലല്ല ആരംഭിക്കുന്നത്. ഇത് ഒരു ഇൻ്റർവോവണായിട്ടാണ് പോകുന്നത്. ദൈവവചനത്തിൽ നമുക്ക് പറയുന്നൊരു കാര്യമുണ്ട്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവാകുന്നതിനെ വരുത്തിയത്. നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ പറ്റിയുള്ള ആ ഒരു ബോധ്യം നമുക്ക് കൂടുതലായിട്ട് പഠിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ പുതിയ നിയമത്തിലല്ല എബ്രായലേഖനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾ, അബ്രഹാമിനെ പറ്റി പറയുമ്പോഴും ഇസഹാക്കിനെ പറ്റി പറയുമ്പോഴും ദാവീദിനെ പറ്റി പറയുമ്പോഴും ഓരോ വ്യക്തികളെ പറ്റി പറയുമ്പോൾ നിത്യ പൗരോഹിത്യം, നിത്യരാജ്യത്വം എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പുറത്ത് ഉണ്ട്. മറ്റേത് അഴിഞ്ഞു പോകുന്നത്, ഇപ്പുറത്തെ ഒരു കാര്യം വരുന്നുണ്ട്, നിത്യരാജ്യത്വം, നിത്യമായിട്ടുള്ള കാര്യം, നിത്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്കാണിത് പോയിന്റ് ചെയ്യുന്നത്. 2, ഹീബ്രൂസ് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. തോറയെ പറ്റി പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. തോറ, സാംസ്, പ്രോഫറ്റ്സ്, കവനന്റ് പാസേജസ്, ടാബർനാക്കിൾ ഇമേജറി, പ്രീസ്റ്റ്ഹുഡ്, സാക്രിഫൈസസ്, വിൽഡർനെസ്, ഹിസ്റ്ററി, റെസ്റ്റ്. നമ്മൾ എന്താ റെസ്റ്റിന്റെ മലയാളം എന്തായിരുന്നു? സ്വസ്ഥതയെ പറ്റി പറയുമ്പോൾ പോലും ആ സ്വസ്ഥത പോലും യഥാർത്ഥമായി അനുഭവിക്കാൻ വേണ്ടി
ഈ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ സാധിക്കത്തുള്ളൂ എന്ന് വരെ പറഞ്ഞു നിർത്തുകയാണ്. സോ നമുക്കൊരിക്കലും ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാനൊക്കത്തില്ല. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വ്യക്തമായി ഈ ന്യൂ ടെസ്റ്റ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തു പോകുന്ന വേദഭാഗങ്ങളാണ്. ആൻഡ് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഗിവ്സ് വൊക്കാബുലറി ടു ഹീബ്രൂസ്. എബ്രായ ലേഖനം പഠിക്കാനുള്ള വൊക്കാബുലറി നമുക്ക് കിട്ടുന്നത് മൊത്തം പഴയ നിയമത്തിൽ നിന്നാണ്. അതിനകത്ത് ഒരു തീം മാത്രം ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കവനൻ്റ് എന്ന് പറഞ്ഞൊരു തീം ഉണ്ട്, ഉടമ്പടി അല്ലേ. ഉടമ്പടി എന്നൊരു തീം എപ്പോഴും ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. സോ ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലെടുക്കുന്ന ഒരു എഗ്രിമെൻറ്റിനെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അബ്രഹാം ഉടമ്പടി ചെയ്യുന്നുണ്ട്, ദൈവവും അബ്രഹാമും തമ്മിൽ ഉടമ്പടി ചെയ്യുന്നുണ്ട്, അബ്രഹാമും മറ്റു വ്യക്തികളുമായിട്ട് ഉടമ്പടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോഴത്തേക്കിന് ദൈവവും മനുഷ്യനുമായി ചെയ്യുന്ന ഉടമ്പടിക്കകത്ത് അവിടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഊട്ടിയുറപ്പിക്കുകയാണ്, ആ റിലേഷൻഷിപ്പിനെ കണക്ട് ചെയ്യുകയാണ്. ആ റിലേഷൻഷിപ്പിൻ്റെ മീനിങ്ങിന് ആ ഡെപ്ത് നൽകുന്നൊരു കാര്യമാണ് ആ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പം ഞാനൊരു എഗ്രിമെൻ്റ് എടുത്തു, ആ എഗ്രിമെൻറ്റിനകത്ത് ഞാൻ നിൽക്കുന്നില്ലെങ്കിൽ ആൾ ബി ഹെൽഡ് അക്കൗണ്ടബിൾ, റൈറ്റ് അല്ലേ. ഇപ്പോൾ അബ്രഹാമും ഒരു വ്യക്തിയുമായൊരു ഉടമ്പടി സ്ഥാപിച്ചു. അതിനകത്ത് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഞാൻ ഇത് അപ്പുറത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ നിനക്ക് എന്തും ചെയ്യാം, നീ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്നാലും ഞാനും തിരിച്ച് പ്രതികാരം ചെയ്യും. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ശിമയോട് പറയുന്ന ഒരു വാചകമുണ്ട് അല്ലേ, നീ ആ തോട് കടന്നു പോയാൽ നീ മരണശിക്ഷ അനുഭവിക്കും. അപ്പോൾ ആരും അറിയാതെ പുള്ളി രഹസ്യമായിട്ട് ഇപ്പുറത്ത് വന്നു. അപ്പോൾ ശലോമോൻ ഇങ്ങ് പിടിച്ചു, ഓക്കെ ഗുഡ് ബൈ ടാറ്റ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൊന്നു കളഞ്ഞു. അപ്പോൾ ആ എഗ്രിമെൻ്റ്, ഉടമ്പടി എന്ന് പറയുമ്പോൾ, കവനൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ലൈറ്റായിട്ടുള്ളൊരു കാര്യമല്ല. അതിനകത്ത് ജീവനാണ് റെസ്പോൺസിബിലിറ്റി ആകുന്നത്. ഇപ്പം നമ്മൾ ലോണൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വാഹനമായിരിക്കും, അല്ലെ വീടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ക്യാമറ ആയിരിക്കും, മറ്റ് വസ്തുക്കളായിരിക്കും നമ്മുടെ റെസ്പോൺസിബിളായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അസറ്റായിട്ട് പറയുന്നത് അല്ലേ, കൊളാറ്ററൽ അസറ്റ്, റൈറ്റ്, അങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ വസ്തുവിനെ അവർ എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഉടമ്പടിക്കകത്ത് അങ്ങനല്ല. ഉടമ്പടി പാലിച്ചില്ലെങ്കിൽ ജീവനാണ് പോകുന്നത്. അപ്പോൾ പഴയ നിയമത്തിനകത്ത് ദൈവവും മനുഷ്യനും തമ്മിലൊരു ഉടമ്പടി വെച്ചിട്ട് അതിൻ്റെ ഒരു റൂട്ടായിട്ടാണ് ഈ യാഗങ്ങളൊക്കെ വെച്ച് പാപം ചെയ്യുന്നുണ്ടെ ഇവർക്ക് ദൈവവുമായിട്ട് റെക്കൺസൈൽഡ് ആകണമെങ്കിൽ പഴയ നിയമപ്രകാരം, പഴയ ഉടമ്പടി പ്രകാരം ഈ സാക്രിഫൈസസിലൂടെ പറ്റുകയുള്ളൂ. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ് ഈ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത്. അവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, വിശ്വാസത്താൽ ഈ രക്ഷ പ്രാപിക്കുകയാണ്. പാപത്തിൽ നിന്നുള്ള മോചനം നമ്മൾ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചു. എങ്ങനെ ഉയർപ്പിച്ചത്? നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, യേശുവിനെ രക്ഷിതാവ് കർത്താവ് അംഗീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ എന്തെങ്കിലും നമുക്ക് രണ്ട് ചിറകൊക്കെ മുളച്ചു വന്നു? ഒന്നുമില്ല. നമ്മൾ ഇറ്റ്സ് സെയിം, വി ആർ ദ സെയിം. ബട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ശുദ്ധ രക്തത്താൽ ഒരു തളിക്കപ്പെടലുണ്ടായി. നമ്മുടെ മനസാക്ഷിയിൽ ഒരു നിർജീവ പ്രവർത്തികളിൽ നിന്നൊരു മാനസാന്തരം ഉണ്ടായി. അയ്യോ, ഞാൻ ചെയ്ത ജീവിത ചര്യകൾ തെറ്റായി പോയി എന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെങ്കിൽ അവിടെ നമ്മൾ ഇതിനെ ഓവർ പവർ ചെയ്ത് പോവുകയാണെങ്കിൽ വി വിൽ ബി ഹെൽഡ് അക്കൗണ്ടബിൾ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. നമ്മുടെ നിത്യത എന്നുള്ള കാര്യമാണ് അവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നിത്യത നമുക്ക് നഷ്ടമായി പോകും. അതായത് മുമ്പ് നമ്മൾ വായിച്ചത്, വരുവാനുള്ളവനും വരും, നാം നാശത്തിലേക്ക് പിന്മാറുന്ന ഒരു കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ. നിങ്ങൾ യേശുവിനെ രക്ഷിതാവ് കർത്താവെ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ അവനുമായൊരു ഉടമ്പടിയിലേക്കാണ് വരുന്നത്. പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുമ്പോൾ അവൻ്റെ രക്തം, യെസ്, നമുക്ക് ഒരിതുണ്ട്, ഇത് വി ആർ ടേക്കിംഗ് തിങ്സ് ഫോർ ഗ്രാൻഡഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ. പാപം ചെയ്ത് കഴിഞ്ഞാൽ കർത്താവെ അങ്ങനെ രക്തത്താൽ ഒന്ന്, നമ്മൾ വിചാരിക്കുന്നത് ടാപ്പ് തുറന്നിട്ടിട്ട് നമ്മൾ കൈയും കാലും കഴുകുന്ന പോലാണ് യേശുവിൻ്റെ രക്തത്താലുള്ള അയ്യോ, അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം യേശു നമ്മുടെ പാപങ്ങളെ അത് എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമ്മളത് വരുന്നുണ്ട്. പാപക്ഷമ പ്രാപിക്കുന്നത്
അവൻ്റെ ശുദ്ധീകരണം പ്രാപിക്കുന്നത് നമ്മൾ ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ വലിയ കാര്യങ്ങളുണ്ട്. നമ്മെ അവൻ നീതിമാനായി മാറ്റുന്നു. ആ നീതീകരണം നടക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ക്ലെൻസ് ചെയ്യുന്നു. അപ്പോൾ ആ പാപപരിഹാരം എനിക്ക് വേണ്ടി കൂടെയായത് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് അവിടെ ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ എൻ്റെ പാപം അവൻ എടുത്തിട്ട് അവൻ്റെ നീതി നമ്മുടെ മേൽ ആക്കുകയാണ്. സോ നമ്മൾ വിചാരിക്കുന്നത് പാപക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. അയ്യോ, അത് വളരെ തെറ്റായിട്ട്. പാപത്തെ പറ്റിയുള്ള ഭയം ഉണ്ടാകണം. ഈ പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൻ്റെ ആ മധ്യസ്ഥനായ യേശുക്രിസ്തു നിൽക്കുമ്പോൾ പാപഭയത്തിൽ വേണം നാം ജീവിക്കുവാൻ. അല്ലെങ്കിൽ പാപഭയം എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം പാപത്തോട് ഞാൻ നോ പറയുവാനുള്ള മനോഭാവം എനിക്കുണ്ടാകണം. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ സത്യത്തിൽ ഒന്നുകൂടെ ചേർത്ത് നിർത്തുന്നത്. എന്നെ കർത്താവ് അടിക്കുമെന്നുള്ള പേടിയേക്കാൾ അപ്പുറമായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ചേർത്ത് നിർത്തുകയാണ്, നിർബന്ധിക്കുകയാണ്, അത് ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി പാപത്തിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ചിന്താധാര നമുക്കുണ്ടാകണം. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് പഴയ നിയമം തെറ്റായി പോയെന്ന്. ദൈവത്തിനൊരു അബദ്ധം പറ്റി അല്ലേ? ഒരു സാക്രിഫൈസ് സിസ്റ്റം വെച്ചു. അപ്പം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾക്കാർ ദൈവത്തെക്കാളും ബുദ്ധിമാന്മാരായി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരെന്തോ ചെയ്ത്, തെറ്റ് ചെയ്ത് ഞാൻ കാളെ കണ്ടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ആ സാക്രിഫിഷ്യൽ സിസ്റ്റത്തിനെ കറപ്റ്റ് ചെയ്തപ്പോൾ ദൈവത്തിന് അയ്യോ അങ്ങനല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ആ സിസ്റ്റത്തെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് സിസ്റ്റത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷെങ്കിൽ പഴയ നിയമത്തിനകത്ത് അങ്ങനല്ല. നമുക്കറിയാം, യുഗങ്ങൾക്ക് മുൻപ് അറുക്കപ്പെട്ടവനായ ക്രിസ്തു. ഈ സാക്രിഫിഷ്യൽ സിസ്റ്റം ഒരു ടെമ്പററി റിലീഫായിട്ടല്ല കർത്താവ് വെച്ചത്, യഹോവയായ ദൈവം വെച്ചത്. പകരം അത് യെസ് യു ആർ ഗോയിങ് ത്രൂ ദാറ്റ്, യു നോ ദിസ്, പാപത്തിന് പരിഹാരമുണ്ട്. പക്ഷെങ്കിൽ പാപത്തിന് ഒരു പ്രായച്ചിത്തമായ ഒരു മൃഗം യാഗമാകണം. അത് വെറുതെ വിടുകയല്ല. അതിന് പകരമായി നിങ്ങൾ ഇനിയും പ്രായച്ചിത്ത യാഗങ്ങൾ നടക്കേണ്ടതാ. അതിന് പകരമായി എൻ്റെ പുത്രനെ ഞാൻ യാഗമാക്കുകയാണ്. എനിക്കറിയാം ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട്, ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തുമായിട്ട് തൊട്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു തോട്ട് പ്രോസസ് ആണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ ഇത് നമ്മൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പഴയ നിയമം, പഴയ ആ ഓൾഡ് കവനൻ്റ് കറപ്റ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അത് ഫെയിൽഡ് ആയതുകൊണ്ടല്ല പുതിയ നിയമം ഉണ്ടായത്. പകരം അതിൻ്റെ നിവർത്തീകരണം എന്ന് പറയുന്നിടത്താണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അവിടെ യേശുവിൻ്റെ യാഗത്തിലൂടെ പഴയ നിയമം മുഴുവൻ പൂർത്തീകരിച്ചു. തെറ്റലസ്റ്റായി എന്ന് പറയുമ്പോൾ, സകലവും നിവർത്തിയായി എന്ന് പറയുമ്പോൾ, അവിടെ പഴയ നിയമത്തിലുള്ള ഇനി ഒരു കാര്യങ്ങളും ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അവിടെ യേശു ക്രിസ്തുവിലൂടെ കൂടെയാണ് നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി കഴിയുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ആൻഡ് പഴയ നിയമത്തിലുള്ള ആ ഒരു പൂർത്തീകരണം നടക്കാത്തത് കൊണ്ടാണ് എബ്രായ ലേഖനം 10:4 വായിക്കണം. കാളകളുടെയും ആടുകളുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നത് അസാധ്യമത്രേ. കഴിയുന്നതല്ല. കാളകളുടെ ആടുകളുടെയും രക്തത്തിന് പാപങ്ങളെ. അടുത്ത വാക്യം കൊണ്ടൊന്ന് ഇടാമോ? ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സോ പാപപരിഹാരമായി യാഗങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി മനുഷ്യരെ നീതിയിലേക്ക് നടത്തുന്നില്ല, അവരെ അൾട്ടിമേറ്റ്ലി ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അതിൻ്റെ പരിഹാരമായി ക്രൂശിലേക്ക് അവൻ എൻ്റെ ശരീരത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞ് അവരെ മുമ്പോട്ടേക്ക് നയിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ഡു നോട്ട് ഡ്രിഫ്റ്റ്. നിങ്ങളിനി നാശത്തിലേക്ക് പിന്മാറി പോകല്ല. ഞാൻ വളരെ വേഗത്തിൽ നിർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സോ ഈ ഇവർ വിഷമിച്ച് പിന്മാറാൻ വേണ്ടി ഇരിക്കുന്നിടത്തേക്ക് പുതിയ തിയോളജി അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന്, നമ്മൾ പറയുന്ന പോലെ അവരുടെ ശുദ്ധ മനസാക്ഷി ഒന്ന് തട്ടി ഉണർത്തിയിട്ട് പറയാണ്, നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് തെറ്റായി പോയിട്ടില്ല കേട്ടോ. നിങ്ങൾ എടുത്തു വെച്ച സ്റ്റെപ്പുകൾ തെറ്റായി പോയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവെ അംഗീകരിച്ചത് മറ്റുള്ളവരുടെ ചിലപ്പോൾ നിർബന്ധം സഹിച്ചിട്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഒരപ്പച്ചൻ സ്നാനപ്പെട്ട് കയറി വന്നപ്പോഴത്തേക്കിന് മകനോട് പറഞ്ഞ പോലെ നിന്റെ ദണ്ണം തീർന്നു എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കാം. നമുക്ക് ആ ഒരു കൺവിക്ഷൻ ഇല്ലാതെയാണെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ആ കൺവിക്ഷൻ ഉണ്ടായി, കർത്താവ് ഞാൻ അങ്ങേ സ്വീകരിക്കുകയാണ്. ഞാൻ എടുത്തു വെച്ച വഴികൾ ചിലപ്പോൾ എനിക്ക് അറിയാത്ത പാതകളിലൂടെയാണ് നീ നയിച്ചത്. ബട്ട് ഐ നോ ദാറ്റ് യു ആർ സോവറിൻ. അങ്ങ് എൻ്റെ പാതകളെ നയിച്ചതിന്
നന്ദി കർത്താവേ, ഇനിയും ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് പോകാൻ എന്നെ ഇടയാക്കരുത്. സോ ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ, therefore the stakes are greater, therefore we must persevere. കർത്താവ് വലിയവനാണെങ്കിൽ അവൻ നൽകുന്ന ആത്മീക അനുഗ്രഹങ്ങൾ എത്രയധികമാണ്. അത്രയും വലിയ ആത്മീക അനുഗ്രഹങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരു പാട്ടുണ്ട്, മണ്ണെ പ്രതി. ഇതാണ് എബ്രായ ലേഖനത്തിൽ മുഴുവനായിട്ട് പറയുന്നത്. ക്രൈസ്റ്റിൻ്റെ സുപ്രീമസി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ മറ്റുള്ളതുമായിട്ട് നമ്മുടെ ജീവിതത്തെ കോംപ്രമൈസ് ചെയ്തു പോകുവാൻ ഇടയാകുകയില്ല. നാം ഈ എബ്രായ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് 5 മേജർ വാർണിങ്സ് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഇത് പിന്നത്തെ നിങ്ങൾക്ക് അയച്ചു തരാം. 2:1 മുതൽ 4 വരുമ്പോൾ ഡു നോട്ട് ഡ്രിഫ്റ്റ്, നിങ്ങൾ പിന്മാറിപ്പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത് പേ കെയർഫുൾ അറ്റൻഷൻ ടു വാട്ട് യു ഹാവ് ഹേർഡ്. നിങ്ങൾ കേട്ടതിലേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കണം. 2 ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സസ് 7-19 വരുമ്പോൾ ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ പറഞ്ഞൊരു കാര്യമാണ്, റെസ്പോൺസ് ടു ഗോഡ്സ് വോയിസ് വിത്ത് ഫെയ്ത്ത്, വിശ്വാസത്തോടുകൂടി അവൻ്റെ ശബ്ദത്തിന് നിങ്ങൾ ചെവി കൊടുക്കണം. 3 ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സസ് 11-6 വേഴ്സസ് 12 വരെയുള്ള വലിയ പാസേജ്, ഡു നോട്ട് റിമെയിൻ സ്പിരിച്വലി ഇമ്മച്വർ. 3 കാര്യങ്ങൾ പറഞ്ഞു. ഡ്രിഫ്റ്റ് ചെയ്യരുത്, ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്. 3 ഡു നോട്ട് റിമെയിൻ സ്പിരിച്വലി ഇമ്മച്വർ. ഒരു വ്യക്തി മച്യൂരിറ്റി പ്രാപിക്കുന്നത് എങ്ങനെയാണ്? പെർസിവറൻസിലൂടെയാണ് മച്യൂരിറ്റിയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം പറയുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 26-39 വരുമ്പോൾ 4ാമത്തെ വാർണിംഗ് കാണുകയാണ്, ഡു നോട്ട് അബാൻഡൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ വിട്ടിട്ട് നിങ്ങൾ പിന്നിലേക്ക് പോകരുത്. ഹോൾഡ് ഫേംലി ടു യുവർ കോൺഫിഡൻസ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ അതിമഹത്തായുള്ള വിശ്വാസത്തെ തള്ളിക്കളയരുത്, അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ വാർണിംഗ്, ഡു നോട്ട് റെഫ്യൂസ് ഗോഡ്സ് വോയിസ്. ചാപ്റ്റർ 12 വേഴ്സസ് 15-19 ആണ്. പെർസ്യൂ ഹോളിനെസ് ആൻഡ് റിസീവ് ദി അൺഷേക്കബിൾ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള കാര്യമാണ് കാണുന്നത്. സോ 5 വാർണിംഗ്സ്: ഡു നോട്ട് ഡ്രിഫ്റ്റ്, ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്, ഡു നോട്ട് റിമെയിൻ സ്പിരിച്വലി ഇമ്മച്വർ. 4 ഡു നോട്ട് അബാൻഡൻ ക്രൈസ്റ്റ്. ഫൈനലി ഡു നോട്ട് റെഫ്യൂസ് ഗോഡ്സ് വോയിസ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തും ഇതുണ്ടാകണം. നമ്മൾ പിന്മാറിപ്പോകാൻ ഇടയാകരുത്. നമ്മുടെ ഹൃദയത്തെ കഷ്ടതയിലൂടെ പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കല്ലാക്കി മാറ്റുവാൻ ഇടയാകരുത്. 3 കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചു പോകരുത്. 4 കഷ്ടതയിലൂടെ പോകുമ്പോൾ വി മസ്റ്റ് നോട്ട് അബാൻഡൻ ക്രൈസ്റ്റ്. ആൻഡ് ഫൈനലി ദൈവശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ ഇത് ദൈവശബ്ദമല്ല എന്ന് നമ്മൾ ചിന്തിച്ച് പിന്മാറിപ്പോകുവാനും ഇടയാകരുത്. ഹല്ലേലൂയ. ആൻഡ് ദ പർപ്പസ് ഓഫ് ഹീബ്രൂസ് നമ്മൾ പറഞ്ഞു, ഡു നോട്ട് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു, ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് പെർസിവിയർ. ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സുപ്രീമസി ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തിയോളജി പഠിച്ച് നിങ്ങളുടെ ബുദ്ധിയൊക്കെ സാച്ചുറേറ്റഡ് ആകാൻ വേണ്ടി അല്ല, പകരം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കുക. ഹല്ലേലൂയ. സോ വി ഡു നോട്ട് പെർസിവിയർ ബൈ ലുക്കിംഗ് ഹാർഡർ അറ്റ് അവർസെൽവ്സ്, വി പെർസിവിയർ ബൈ ലുക്കിംഗ് കണ്ടിന്യൂവലി ടു ക്രൈസ്റ്റ്. നമ്മൾ നമ്മളിലേക്ക് നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനിലേക്ക് നോക്കിയിട്ടല്ല നമ്മൾ കഷ്ടത്തിലൂടെ എൻഡ്യൂർ ചെയ്യേണ്ടത്, പകരം ഓരോ ദിവസത്തിലും അവൻ്റെ മുഖപ്രകാശ രക്ഷയിൽ ഞാൻ നടക്കുമെന്നുള്ള ആ വിശ്വാസം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതിലൂടെയാണ് ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നത്. എനിക്കറിയാം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ബട്ട് ഇത്രയേ ഉള്ളൂ. കർത്താവ് God, Jesus Christ is supreme over all the Old Testament covenants, prophets, priests and the covenants. ഇവിടെ അത് പൂർത്തീകരിച്ചതിലൂടെ അവൻ he is better than all those things. And do not drift and do not retreat from what God has called you. നമ്മൾ യേശുവിൻ്റെ കർത്താവിനെ അംഗീകരിച്ചു. നമ്മുടെ മനസ്സിൽ ഒരിക്കൽ പോലും തോന്നരുത് നമ്മൾ തിരിച്ച് പഴയ വിശ്വാസത്തിലേക്ക് നല്ലതായിരുന്നെന്ന് തോന്നുവാൻ ഇടയാകരുത്. നമ്മൾ ആ ഒരു സീസണിലൂടെ കടന്നു പോകുമ്പോൾ ഏക സത്യദൈവമായി യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ മാത്രമേ ഉള്ളൂ വഴിയും സത്യവും ജീവനും. അവനിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അരികിലേക്ക് വരികയില്ല എന്നുള്ള കാര്യം നാം മറന്നുപോയി. നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നില്ല, അല്ലേ? നമ്മൾ പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്നില്ല. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ സീസൺ ഓഫ് എനി ഫൈറ്റിംഗ് ഇൻസൈഡ് യുവർ ബ്രെയിൻ, നിങ്ങളൊരു മെൻ്റൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു സ്പിരിച്വൽ വാർഫെയറിലൂടെ കടന്നു പോകുമ്പോൾ, ബോഡിലി ആയിട്ടുള്ള ഒരു പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, അയ്യോ ഞാൻ കർത്താവിനെ അനുഗമിച്ചതിലൂടെയാണ് ഇത് വന്നു പോയതെന്നുള്ള തോന്നൽ നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തെ, അതിമഹത്തായ അതിവിലയേറിയ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞിട്ട് നാശത്തിലേക്ക് പിന്മാറി പോകരുത്. ഹല്ലേലൂയ. വലിയൊരു ഒരു വാഗ്ദത്തം നമ്മുടെ മുമ്പിൽ ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാമോ? ഹല്ലേലൂയ.